ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ വെക്കുമ്പോഴത്തേനും അതിനകത്ത് ചെറുതായിട്ട് ഒരു ഇഴുക്കലൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ തേങ്ങയൊക്കെ ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ വെട്ടി വെച്ച തേങ്ങയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് വിനാഗിരി ഒന്ന് സ്വല്പം മാത്രം മതി കേട്ടോ, ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ പുറത്തൊക്കെ സൂക്ഷിച്ചാലും നമുക്ക് 2 ദിവസം വരെ നമുക്ക് തേങ്ങയ്ക്കൊട്ടും പ്രശ്നമൊന്നുമില്ല, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചിരണ്ടിയ തേങ്ങയിൽ തേങ്ങാമുറിയിലും ഇതേപോലെ ആക്കി വെക്കുക ഉണ്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ മുറിച്ച 2 മുറി തേങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ കൂട്ടി വെക്കുകയും ചെയ്യാം കേട്ടോ. ഒരുമിച്ച് തന്നെ അടച്ച് ഇതേപോലെ വെക്കുകയും ചെയ്യാം. പുറത്താണെങ്കിലും ഇരുന്നോളം ഒരു കുഴപ്പമുണ്ടാവില്ല. പ്രത്യേകിച്ച് ചൂട് സമയത്ത് പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട്. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പുതിയ ചൂലൊക്കെ മേടിക്കുമ്പോഴത്തേനും അതിനകത്ത് നിറയെ പൊടിയായിരിക്കും. ചില ചൂലിനകത്തൊക്കെ ഭയങ്കര പൊടിയായിരിക്കും. അപ്പോൾ നമ്മൾ ആ കവറോടെ തന്നെ ഒന്ന് നല്ലോണം ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതേപോലെ തിരുമ്പം തന്നെ ആ പൊടിയൊന്നും പുറത്തോട്ടും ആവില്ല, എല്ലാം കവറിനകത്തോട്ട് കിടന്നോളും. എന്നിട്ട് നമ്മൾ ചൂലെടുത്താൽ മതി. അന്നേരം ആ കവറിനകത്ത് ആ പൊടിയെല്ലാം നമുക്ക് തട്ടിക്കളയാനായിട്ട് പറ്റും, പുറത്തെവിടെ ആവില്ല. അപ്പോൾ ഉണ്ടോ, നല്ല രീതിയിൽ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പം അതിന് ശേഷം ഞാൻ ആ ചൂലങ്ങ് പുറത്തോട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇനിയും പൊടി അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചീർപ്പുണ്ടല്ലോ, നമ്മളെ മുടിയൊക്കെ ചീവുന്ന ചീർപ്പ് എടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ നാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ബാക്കിയുള്ള പൊടിയും കൂടെ പോകും. അല്ല എങ്കിൽ നമ്മൾ പുതിയ ചൂലെടുത്ത് തൂക്കുന്ന സ്ഥലത്തെല്ലാം ഇതിൻ്റെ പൊടിയായിരിക്കും. നമുക്ക് ഒരാഴ്ചയായാലും അതിൻ്റെ പൊടി മാറില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് നമ്മൾ തൂക്കുകയാണെങ്കിൽ അത്രയും പൊടി കുറഞ്ഞു കിട്ടും. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കർപ്പൂരം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 1-2 കർപ്പൂരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് കൈ കൊണ്ടാണ് ഒന്ന് ഞെവിടി എടുക്കുകയാണ്. അപ്പോൾ കർപ്പൂരത്തിൻ്റെ സ്മെല്ലറിയാമല്ലോ, ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പം ഈ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ഒരു സാധനവും വരില്ല, നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്വല്പം ഉപ്പും കർപ്പൂരം കൂടെ ആകുമ്പോഴത്തേനും ഉപ്പിനകത്ത് ഈ ഒരു കർപ്പൂരത്തിൻ്റെ പൊടി ചേരുമ്പം ഭയങ്കര ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പം തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതാക്കിയതിന് ശേഷം ചെരുപ്പിനകത്തൊക്കെ വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ ചെരുപ്പിടുമ്പോൾ ഷൂ ഇടുമ്പോഴത്തേനൊക്കെ പാമ്പ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടു. അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ ഉപ്പും കർപ്പൂരവും ആക്കിയിട്ട് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ ബാത്റൂമിനകത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറി കിട്ടും കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും. അതേപോലെ ബാത്റൂമിലും ഇതുപോലെ വെച്ച് കൊടുക്കാം, കിച്ചണിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആ സ്മെല്ലെല്ലാം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ റെഡിയാക്കുകയാണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടിന്നെടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പേസ്റ്റ്, അതേപോലെ തന്നെ വിനാഗിരി, ബേക്കിംഗ് പൗഡർ, ഇത് 3 മാത്രം മതി. ഇപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പേസ്റ്റ് നമുക്ക് തീർന്ന കവറുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ അതിൻ്റെ പേസ്റ്റ് ഇറങ്ങി കിട്ടും. കുറച്ച് മാത്രം മതിയല്ലോ. അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഇത് 3 കൂടെ ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു സൊല്യൂഷനാണ്. നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണോ പല്ലിപ്പാറ്റ ശല്യം അവിടെയെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ഒന്നും തന്നെ വരില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പേസ്റ്റ് തന്നെ വേണമെന്നില്ല. പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടപ്പോൾ തന്നെ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് അത് മാത്രം മതിയാകും. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. നമുക്കത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ കിച്ചൺ, കബോർഡ്, അതേപോലെ അലമാര, എവിടെയൊക്കെയാണോ ശല്യം, ഫ്രെയിം, നമ്മുടെ ഫോട്ടോയുടെ ഫ്രെയിമൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ പല്ലി വന്നിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസിയായ ടിപ്സുകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ടുണ്ടേ.
അതുപോലെ നമ്മളെ മുറ്റത്തൊക്കെ ഇഴജന്തുക്കളൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും തന്നെ വരില്ല കേട്ടോ. അതുപോലെ ജനലിൻ്റെ ഭാഗത്ത് കൊതുക്, അതുപോലെ സിങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം, വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം, അവിടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. ഒരു സ്മെല്ലും കൊണ്ട് തന്നെ ഒരു ഇഴജന്തുക്കളൊന്നും തന്നെ വരില്ല. അപ്പം ഞാൻ നമ്മുടെ കബോർഡ്, അതേപോലെ തന്നെ കിച്ചൺ, പല്ലി വന്നിരിക്കുന്ന ഭാഗത്ത് ഒക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്, അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഗ്ലാസ്സൊക്കെ കഴുകി വെക്കുന്നിടത്ത്, സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ ഇടയിലൊക്കെ കയറിയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ചെയ്യുമ്പോഴത്തേനും പിന്നെ നമുക്ക് ആ ഒരു ശല്യം കാണില്ല കേട്ടോ. അതുപോലെ കണ്ടോ, ഗ്ലാസ്സൊക്കെ അടുക്കി വെക്കുന്നിടത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പല്ലിയെ തുരത്താനും അതേപോലെ എലിയെ തുരത്താനും ഒക്കെ ഉള്ള ഒരുപാട് ടിപ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ആവശ്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ പ്രാണികളൊക്കെ ചത്തുപോകും കേട്ടോ. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണിയിട്ടതിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ നല്ല രീതിയിലൊന്ന് നമുക്ക് കഴുകി കിട്ടണമെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് ഒരു അരമുണ്ട് ആ സ്പോഞ്ചിൽ. അപ്പോൾ അത് ഈ തുണിയുടെ കിടന്ന് കറങ്ങുമ്പോഴത്തേനും നല്ല രീതിയിൽ തുണി വെളുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 1-2 സ്പോഞ്ച് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. പ്രത്യേകിച്ച് തുണികൾക്ക് കേടും ഒന്നും തന്നെ വരില്ല, കാരണം സ്പോഞ്ചായിട്ട് തന്നെ ഒന്നും തന്നെ വരില്ല. കണ്ടോ, ഇതേപോലെ 2-3 സ്പോഞ്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി കഴുകി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് കറങ്ങിയിട്ട് അഴുക്കെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കും. ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തമ്മിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.